പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നുമുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെടും. ഘോഷയാത്ര മകരവിളക്ക് ദിവസം ഉച്ചയോടെ വലിയാനവട്ടത്ത് എത്തിച്ചേരും. കനത്ത സുരക്ഷയാണ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പോലീസ് ഒരുക്കുന്നത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഉച്ചയോടുകൂടി പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണം പുറപ്പെടും. ശബരിമലയിൽ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായോ? കാളിദാസ്, ശബരിമല കൃത്യമായി പറഞ്ഞാൽ മകരവിളക്ക് ദർശനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നതിന് നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ വൃശ്ചികം 1 മുതൽ സാമ്പ്രിക്കൽ കൊട്ടാരത്തിൽ, അതായത് പന്തളം സാമ്പ്രിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണങ്ങൾ ഇന്ന് വെളുപ്പിനെ അത് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ തിരുവാഭരണങ്ങൾ യാത്രയ്ക്ക് തൊട്ടു മുന്നേ സാധാരണഗതിയിൽ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നടക്കാറുള്ള പൂജാ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഏകദേശം 12 മണിയോടുകൂടി തന്നെ പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. ഉച്ചയ്ക്ക് 12:20 ഉച്ചപൂജ കഴിഞ്ഞ തിരുവാഭരണങ്ങളിൽ നീരാഞ്ജനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവ പ്രത്യേക പേടകങ്ങൾ നിറയ്ക്കുന്നതാണ് അടുത്ത ചടങ്ങ്. അതിനുശേഷം പന്തളം കൊട്ടാരത്തിലെ ഏറ്റവും മുതിർന്ന രാജപ്രതിനിധി അല്ലെങ്കിൽ മുതിർന്ന കാരണവർ ഈ തിരുവാഭരണ ഘോഷയാത്രയെ യാത്രയാക്കുന്ന നടപടികളിലേക്ക് കടക്കും. ഇത്തവണ രാജപ്രതിനിധിയായി ശബരിമലയിലേക്ക് പന്തളം കൊട്ടാരത്തിൽ നിന്ന് വരുന്നത് രാജരാജവർമ്മയാണ്. രാജരാജവർമ്മയ്ക്ക് പന്തളം രാജകൊട്ടാരത്തിലെ മുതിർന്ന കാരണവർ ഒടവാൾ കൈമാറുന്നതോടുകൂടി തന്നെ തിരുവാഭരണ ഘോഷയാത്ര അവിടെ നിന്ന് പുറപ്പെടും. യഥാക്രമം ഒന്നാം പേടകത്തിൽ മകരവിളക്ക് ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള ആഭരണങ്ങളും, രണ്ടാമത്തെ പേടകത്തിൽ പൂജാപാത്രങ്ങളും, മൂന്നാമത്തെ പേടകത്തിൽ 18 മലകളുടെയും പ്രതിനിധീകരിക്കുന്ന കൊടിക്കൂറകളും സ്വർണ്ണ കൊടിയുമൊക്കെയാണ് കൊണ്ടുവരിക. അങ്ങനെ യഥാക്രമം ആ 3 പേടകങ്ങളും അവിടെ നിന്ന് പുറപ്പെടുന്നതിനൊപ്പം തന്നെ പല്ലക്കിൽ രാജപ്രതിനിധിയും ഈ തിരുവാഭരണ ഘോഷയാത്രയെ അനുധാവനം ചെയ്യും. ഇന്ന് പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്ര വൈകുന്നേരത്ത് അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലായിരിക്കും തങ്ങുക. നാളെ അത് ലാഹാസത്രത്തിൽ തങ്ങും. അതിനുശേഷം പൂർണ്ണമായും പെരിയാർ കടുവാ സംഘത്തിലെ വനത്തിലൂടെ സഞ്ചരിച്ചാണ് ശബരിമല വലിയാനവട്ടത്തെത്തുക. ഉച്ചയ്ക്ക് 1 മണിക്ക് വലിയാനവട്ടത്തെത്തുന്ന തിരുവാഭരണ ഘോഷയ്ക്ക് വലിയ തരത്തിലുള്ള സ്വീകരണമായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അയ്യപ്പ ഭക്തരും ചേർന്ന് നൽകുക. അവിടെ വിശ്രമിച്ചതിന് ശേഷം വൈകുന്നേരം 5:30 മണിയോടുകൂടി തന്നെ തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിച്ചേരും. ആ ശരംകുത്തിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്വീകരണം ഉണ്ടാകും. അവിടെ നിന്നും ആണ് പിന്നീട് ആചാരപ്രകാരവും ആഘോഷപ്രകാരവും ഒക്കെ തിരുവാഭരണങ്ങൾ ശബരിമല സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നത്. ഏകദേശം 6 മണിയോട് കഴിയുന്നതോടെ തന്നെ തിരുവാഭരണം പേടക സംഘം 18-ാം പടി കയറി സന്നിധാനത്തേക്ക് എത്തും. പിന്നീട് തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധനയാണ്. ദീപാരാധനയ്ക്കൊടുവിലാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനം നടക്കുന്നത്. ഇതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും ശബരിമല സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നതെന്ന് തന്നെ പറയാം. ഇന്നലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി പോലീസിൻ്റെ DGP ഉൾപ്പെടെയുള്ളവർ സന്നിധാനത്തെത്തിയിരുന്നു. ഏകദേശം 5000-ത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിവിധ സ്ഥലങ്ങളിൽ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് ഉഷപൂജയോടനുബന്ധിച്ച ചടങ്ങുകൾ പുരോഗമിച്ചു വരികയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ മകരവിളക്കിന് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകളിലേക്ക് കടക്കും. പ്രധാനമായും 2 ശുദ്ധിക്രിയകളാണ് ശബരിമല സന്നിധാനത്ത് നടക്കുന്നത്: പ്രാസാദ ശുദ്ധിക്രിയയും ബിംബ ശുദ്ധിക്രിയയും. ഈ പ്രാസാദ ശുദ്ധിക്രിയ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ശബരിമലയും പരിസര പ്രദേശങ്ങളും ശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ബിംബശുദ്ധിക്രിയ നാളെയാണ്. അത് അമ്പലത്തിനകത്തുള്ള ശുദ്ധിക്രിയകളാണ്. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷമായിരിക്കും 14-ാം തീയതി രാവിലെ മകരസംക്രമ പൂജയിലേക്ക് നടക്കുക. 8:45-നാണ് മകരസംക്രമ പൂജ. മകരസംക്രമ പൂജാവേളയിൽ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും അയ്യപ്പ മുദ്രയിൽ നിറച്ചു കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ചാണ് അഭിഷേകം നടത്തുക. അതോടെ സംക്രമാഭിഷേകവും പൂർത്തിയാകും. സംക്രമാഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പ്രധാന ചടങ്ങുകൾ മകരവിളക്ക് ദർശനവും തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധനയുമാണ്. അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ശബരിമല സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കാളിദാസ്. ശരി.